നാടിനെ ഒറ്റും ഉദ്യോഗസ്ഥർ കള്ളന്മാരാം കോറിക്കാരും സ്വന്തക്കാരായി മാറുമ്പോൾ കാവൽക്കാരാം ഞങ്ങളുടല്ലേ ദീപങ്ങൾ പോലാവോ ഈ പറയുന്ന വയനാട്ടിലെ മലയിടിച്ചിൽ ഉരുൾപൊട്ടൽ നടന്നില്ലായിരുന്നുവെങ്കിൽ, അതിന്റെ ഭാഗമായി മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഈ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്തില്ലായിരുന്നുവെങ്കിൽ വിലങ്ങാട് ഒരുപാട് ജീവനാശം സംഭവിക്കുമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഇടപെട്ട് ഒരാളാണ് അതിൽ മരിച്ചത്. അപ്പോ ഈ ഒരു അനുഭവം നമ്മുടെ നാട്ടിലാകമാനം തന്നെ നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച്, നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് പുതിയൊരു അവബോധം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏത് ചീത്തക്കാര്യത്തിനും ഒരു നല്ല കാര്യമാവാൻ കഴിയുമെന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. 600-ഓളം മനുഷ്യർ, അതിൽ 130-ഓളം ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുകയാണ്. ആ മനുഷ്യരുടെ ജീവനഷ്ടം കൊണ്ട് നമ്മുടെയൊക്കെ ബോധത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നാളെ ഇതേപോലെയുള്ള ദുരന്തങ്ങളിൽ മരിക്കാനിരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു നിമിത്തമായി അവർ മാറുകയാണ് എന്ന് പറയാൻ പറ്റും. ഞാൻ കേട്ട ഏറ്റവും വലിയ ഫലിതം ഈ ലാൻഡ്സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വലിയ വികസനവാദികളായിട്ടുള്ള ആളുകൾ ഫേസ്ബുക്കിൽ പറഞ്ഞ ഒരു കാര്യം, കേരളത്തിലെ 41 നദികളും ഉണ്ടായിട്ടുള്ളത് ഇതുപോലെയുള്ള ഉരുൾപൊട്ടൽ മൂലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ഭീകരമായ ഒരു ഫലിതമാണത്. ഭൂമിയിൽ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ ഒക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നതല്ല. കാരണം നമുക്കതാവൂല്ല. കാരണം ഈ